തുമ്പ് മേലോട്ടാക്കിയിട്ട് ഈ രണ്ടിനെയും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. രണ്ട് കേളിനെ മുറിച്ചിട്ട് നോക്കുക. നമ്മൾ പട്ട ഫിറ്റ് കഴിഞ്ഞു. ഇനി വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.5 ഇഞ്ച് വീതി കണക്കാക്കിയിട്ട് ഇവിടെ ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചു കൊടുക്കുക. അറ്റം ഒന്ന് ചെറുതായിട്ട് മടക്കി അടിക്കുക. ഇലാസ്റ്റിക്കിനുള്ള പട്ട നമ്മൾ സെപ്പറേറ്റ് ആയി അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൽ ഇലാസ്റ്റിക് വേണ്ടവർക്ക് ഇലാസ്റ്റിക് കൊടുക്കുക. അതിനകത്ത് കയറ് കെട്ടാൻ കയറ് മതിയെങ്കിൽ ഇവിടെ നമ്മൾ ഓപ്പൺ ചെയ്യണം. സ്റ്റിച്ച് ഇട്ട സമയത്ത് അവിടെ കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് ഇനി ഇതിന് ഇലാസ്റ്റിക് ഇടുക. ഇലാസ്റ്റിക് ഇട്ടിട്ട് ഇങ്ങനെ മടക്കി അടിച്ചാൽ ഇതുപോലെ ഒരു 1.5 ഇഞ്ച് പട്ട വരും. ഇതിൻ്റെ ഉള്ളിൽ ഇലാസ്റ്റിക് വരും. ഇലാസ്റ്റിക് ഇവിടെ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇലാസ്റ്റിക് ഉണ്ട്. അപ്പോൾ ഇനി ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെ ശ്രദ്ധിക്കുക. അരവണ്ണം എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അരവണ്ണത്തിൻ്റെ 4 ഇഞ്ച് കുറച്ച് വേണം ഇലാസ്റ്റിക് എടുക്കാൻ. അരവണ്ണത്തിനേക്കാളും 4 ഇഞ്ച് കുറച്ച് ഇലാസ്റ്റിക് എടുക്കുക. അപ്പോൾ നമ്മൾ 4 ഇഞ്ചിൻ്റെ അരവണ്ണം ഇപ്പോൾ നമ്മൾ അന്ന് എഴുതി വെച്ചത് എവിടെയെന്ന് അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ഒരു പകുതി എടുത്തിട്ട് ഇലാസ്റ്റിക്കിനെ ഒന്ന് വലിച്ച് നോക്കുക. ഇതിൽ കറക്റ്റായിട്ട് കിട്ടണം. അപ്പോൾ കുറച്ചുകൂടെ കൂട്ടിയെടുക്കുക. ഇലാസ്റ്റിക് എടുക്കുക. ഇലാസ്റ്റിക്കിനെ ഇനി ഇങ്ങനെ ഒരു ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് തമ്മിൽ ജോയിൻ ചെയ്ത് റൗണ്ടിൽ റൗണ്ടാക്കി എടുക്കുക. കെട്ടിപ്പിടിച്ച് കൊടുക്കുക. ഇലാസ്റ്റിക് കെട്ടിവിട്ട് പോയത്. ഇലാസ്റ്റിക് റെഡി. ഇനി ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഞാൻ സ്റ്റിച്ചിലേക്ക് ശ്രദ്ധിക്കുക. ഇലാസ്റ്റിക് ഫിറ്റ് ചെയ്യേണ്ടത് നമ്മൾ ജോയിൻ്റ് വന്ന ഭാഗത്ത് ഇതിന് ജോയിൻറ്റും വെച്ച് കൊടുത്തിട്ട് ഏകദേശം ഇലാസ്റ്റിക്കിൻ്റെ അതേ വീതി ഇലാസ്റ്റിക്കുമ്പോൾ തട്ടാതെ ശ്രദ്ധിക്കണം. ഈ സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഇലാസ്റ്റിക്കിൽ തട്ടി കയറി സ്റ്റിച്ച് പിടിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കയറി പിടിച്ചാൽ അവിടെ അയച്ചു കളയേണ്ടി വരും. കാരണം ഇലാസ്റ്റിക് വലിഞ്ഞ് കിട്ടുക. ഇനി ഇലാസ്റ്റിക്കിനെ തുമ്പിനെ പട്ടിൻ്റെ ഉള്ളിലോട്ടാക്കിയിട്ട് ഇലാസ്റ്റിക്കിൻ്റെ വീതിക്ക് ഇലാസ്റ്റിക്കിനെ നമ്മളടുത്തോട്ട് വലിച്ചു അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കണം.
അപ്പോൾ അതിലേക്ക് എലാസ്റ്റിക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എലാസ്റ്റിക് തുണി കൂട്ടിയിട്ടൊന്ന് വലിച്ച് അരവണ്ണത്തിൻ്റെ കൂടുതലുള്ള ഭാഗങ്ങളൊക്കെ ഒരുമിച്ച് കൊടുക്കുക, ഒരേപോലെ കൊടുക്കുക. അമ്പർല പലാസോ റെഡി. ഇനി ഇതിൻ്റെ അരയ്ക്ക് വേണമെങ്കിൽ എലാസ്റ്റിക് കൂട്ടിയിട്ട് സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എലാസ്റ്റിക് ചുരുണ്ട് പോകാതിരിക്കാൻ 1-2 അലക്കുമ്പോൾ എലാസ്റ്റിക് ചുരുണ്ട് പോകും. ചുരുണ്ട് പോകാതിരിക്കണമെങ്കിൽ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. എലാസ്റ്റിക് ഒപ്പം വലിച്ച് ഒപ്പം മതിയാക്കി എലാസ്റ്റിക്കിൻ്റെ മധ്യേ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് ഇത് അലക്കിയാലും ഇതാക്കിയാലും ഒന്നും ഇനി എലാസ്റ്റിക് ചുരുണ്ട് പോകില്ല, ഒരു ഇതേപോലെ തന്നെ ഇരിക്കും. അമ്പർല പലാസോ റെഡി. സ്റ്റിച്ചിങ് കഴിഞ്ഞ് പൂർത്തിയായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതുമായിട്ട് അടുത്ത വീഡിയോയിൽ വരുന്നത്.